Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ്, നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് എക്സിറ്റിംഗ് റെഫ്യൂജി സ്റ്റാറ്റസ് ഗെറ്റിംഗ് ബാക്ക് ഡിഗ്നിറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് പ്രിലിംസിൽ ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ ടൂല് വരുന്നതാണ്. ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ സെക്ടർ ഓഫ് സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ആ ഒരു ഹെഡിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഇവൻറ്റ്സ് ആണ്. ഓക്കെ, വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ടു റീസെൻറ്റ് ഇവൻറ്റ്സ്. ഒന്ന് ശ്രീലങ്കയിൽ നടന്നതാണ്, മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയിൽ നടന്നതാണ്. സോ ഇത് ഇറ്റ് ഹാസ് ബ്രോഡ് അറ്റൻഷൻ ടു ദ ലൈഫ്സ് ഓഫ് ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ് ഹു ഹാവ് ബീൻ ലിവിങ് ഇൻ തമിഴ്നാട് ഫോർ ദ പാസ്റ്റ് 30 years. ഓക്കെ, സോ ആരാണ് ഇവര്? നമ്മുടെ ഈ ഒരു ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ് എന്ന് പറഞ്ഞല്ലോ. ഇവര് ബേസിക്കലി ഇവര് തമിഴന്മാരാണ്. ദേ ആർ തമിഴ്സ് ആൻഡ് ദേ ആർ ഫ്രം ശ്രീലങ്ക. ഓക്കെ, സോ ഇവര് ഇന്ത്യയിൽ എത്തിയത്, ദേ കെയിം ടു ഇന്ത്യ ഡ്യൂറിങ് ദ ശ്രീലങ്കൻ സിവിൽ വാർ. ഓക്കെ, സോ ശ്രീലങ്കൻ സിവിൽ വാർ നടക്കുന്ന സമയത്ത് ഇവർ ഇന്ത്യയിൽ എത്തിയതാണ്. സോ ഈ ഒരു സിവിൽ വാർ ശ്രീലങ്കയിൽ നടന്നത്, ഇറ്റ് ഈസ് ഫ്രം 1983 ടു 2009. സോ 23 ജൂലൈ 1983 സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, ഇറ്റ് വാസ് ആൻ ഇന്റർമീഡിയറ്റ് ഇൻസർജൻസി അഗെയിൻസ്റ്റ് ദി ഗവൺമെന്റ് ബൈ ദ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം ലെഡ് ബൈ വേലുപിള്ളൈ പ്രഭാകരൻ. സോ നമ്മൾ ശ്രീലങ്കൻ സിവിൽ വാറിനെ പറ്റിയിട്ടൊന്നും ഇവിടെ നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ആ ഒരു വയലൻസ് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഇന്ത്യയിൽ എത്തിയവരാണ് ഇവർ. സോ അവരെയാണ് നമ്മൾ ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ്. സോ ഇവിടെ നമുക്ക് മുന്നിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ മെയിൻ പ്രോബ്ലംസ് എന്ന് നോക്കുമ്പോൾ, ഒന്ന് ഒരു റിപ്പാട്രിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, മറ്റൊന്ന് ലോക്കൽ ഇൻ്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഒരു റിപ്പാട്രിയേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് സെൻഡിങ് സം വൺ ബാക്ക് ടു ദെയർ ഓൺ കൺട്രി. ഓക്കെ, സോ റിപ്പാട്രിയേഷൻ്റെ ഹെഡിൽ നോക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവരെ തിരിച്ച് ശ്രീലങ്കയിലോട്ട് അയക്കണോ? ഓക്കെ, സോ ഇവരിവിടെ 30 വർഷമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇന്ത്യയിൽ വന്നിട്ട്. പിന്നെ ലോക്കൽ ഇൻ്റഗ്രേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവരെ പെർമനൻ്റ് ആയിട്ട് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാൻ നമ്മൾ അനുവാദം കൊടുക്കണോ? ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാനുള്ളത്, വൈ ഈസ് ഇറ്റ് എ ബിഗ് ഡീൽ നൗ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് റീസെൻ്റ് ഇൻസിഡൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. സോ ഈ ഒരു രണ്ട് റീസെൻ്റ് ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ പീപ്പിൾ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അഗെയിൻ അബൌട്ട് ഇന്ത്യാസ് റെഫ്യൂജി പോളിസി. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കേണ്ടത്, ഇന്ത്യക്ക് ശരിക്കും ക്ലിയർ ആയിട്ടുള്ളൊരു റെഫ്യൂജി ലോ ഇല്ല എന്ന് വേണം പറയാൻ. ഓക്കെ, ഇന്ത്യ ഡസൻ ഹാവ് എ ക്ലിയർ റെഫ്യൂജി ലോ. സോ പിന്നെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയത്, സി വാട്ട് കോർട്ട് ഹാവ് സെഡ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ മുമ്പ് ഇതേപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ റെഫ്യൂജി റൈറ്റ്സിനെ പറ്റിയിട്ട് കോടതി എന്താണ് പറഞ്ഞത് എന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഈ റെഫ്യൂജീസിനെ ഡിഗ്നിറ്റിയോട് കൂടി, ഹ്യൂമൻ ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് നമ്മൾ എങ്ങനെ ഇവരെ ട്രീറ്റ് ചെയ്യണം, വിത്ത് ബേസിക് റൈറ്റ്സ്, സേഫ്റ്റി ആൻഡ് റെസ്പെക്ട്. സോ ഇൻ ഷോർട്ട്, നമ്മൾ ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പോൾ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ രണ്ട് ഇൻസിഡൻസും ഇത് റിമൈൻഡഡ് എവരി വൺ ദാറ്റ് ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ് ഹാവ് ബീൻ ലിവിങ് ഇൻ എ ലീഗൽ ആൻഡ് ഇമോഷണൽ ലിംബോ. ഓക്കെ, ആൻഡ് ഇന്ത്യ സ്റ്റിൽ നീഡ്സ് ടു ഡിസൈഡ് ക്ലിയർലി ഹൗ ടു ട്രീറ്റ് ദം. സോ നമ്മൾ അവരെ തിരിച്ചയക്കണോ, അല്ലെങ്കിൽ അവർക്ക് ഷുഡ് വി ഗീവ് ദം റൈറ്റ്സ് ഹിയർ ഓർ സംതിങ് എൽസ്? സോ വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ നമ്മൾ രണ്ട് ഇൻസിഡൻസിനെ പറ്റിയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നല്ലോ, ഒന്ന് ശ്രീലങ്കയിൽ നടന്നത്, ഒന്ന് ഇന്ത്യയിൽ നടന്നത്. സോ ഇന്ത്യയിൽ നടന്നത് ആ ഒരു കേസ് നമ്മൾ എടുക്കുമ്പോൾ, തമിഴ്നാടുള്ളൊരു ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജി. ഓക്കെ, പുള്ളി ആ ഒരു സിവിൽ വാറിൻ്റെ ടൈമിൽ തമിഴ്നാട് എത്തിയതാണ്. പുള്ളിയുടെ മേലെ ഈ UAPA ചുമത്തിയിരുന്നു. ഓക്കെ, നമുക്കറിയാം അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ്. സോ ചിലപ്പോൾ നമുക്കറിയാം, അത് എന്താ പറയുക, ഇതിൻ്റെ പണിഷ്മെൻറ്റ്സ് ഭയങ്കര സീനാണ്. അതായത് ചിലപ്പോൾ 7 വർഷം വരെ 5 വർഷം വരെയൊക്കെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഓക്കെ, വധശിക്ഷ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് വരെ കൊടുക്കാം. ഓക്കെ, സോ അത് മെയിൻലി ടെററിസ്റ്റ് ആക്ട് നടന്നാലാണ് ഇങ്ങനെ UAPAയുടെ അണ്ടറിൽ ഇത്രയും ടഫായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് കൊടുക്കുക. പക്ഷേ നമുക്കറിയാം, എന്നിരുന്നാൽ കൂടി UAPA എന്നുള്ളത് വിച്ച് ഇസ് എ വെരി സ്ട്രിക്റ്റ് ആൻറ്റി ടെറർ ലോ. ഓക്കെ, സോ തമിഴ്നാടുള്ള ഒരു ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജിയുടെ മേലെ ഈ ഒരു UAPA ചുമത്തിയിരുന്നു. സോ മദ്രാസിലുള്ള ഹൈക്കോർട്ട് ഈ ഒരു കേസ് നോക്കിയിട്ട്, ആൻഡ് ദേ ഡിസൈഡ് ടു റെഡ്യൂസ് ഹിസ് പണിഷ്മെൻറ്റ്. ഓക്കെ, പുള്ളിയുടെ സെൻറ്റൻസ് കുറയ്ക്കാൻ തീരുമാനിച്ചു മദ്രാസ് ഹൈക്കോർട്ട്.
സോ ഈ ഒരു റെഫ്യൂജി ദെൻ ആസ്ക് ദി കോർട്ട് ടു ലെറ്റ് ഹിം സ്റ്റേ ഇൻ ഇന്ത്യ പെർമനൻ്റ്ലി. ഓക്കെ, പുള്ളി ചോദിച്ചു എനിക്ക് ഇന്ത്യയിൽ പെർമനൻ്റ് ആയിട്ട് തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ, ആൻഡ് പിന്നെ സുപ്രീം കോർട്ടിലോട്ട് പോയപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞത്, ആൻഡ് സുപ്രീം കോർട്ട് വാസ് ആസ്ക്ഡ് ടു റിവ്യൂ ഓർ ചേഞ്ച് ദി മദ്രാസ് ഹൈക്കോർട്ട് ഡിസിഷൻ. ആൻഡ് ആ ഒരു പുള്ളിയെ അലോ ചെയ്യണം, ഇന്ത്യയിൽ നിൽക്കാൻ സമ്മതിക്കണം എന്നുള്ളതായിരുന്നു സുപ്രീം കോർട്ടിൻ്റെ മുന്നിലോട്ട് വന്ന ആ ഒരു ചോദ്യം. സുപ്രീം കോർട്ട് പറഞ്ഞു, സുപ്രീം കോർട്ട് ഇതിൽ ഇൻ്റർഫിയർ ചെയ്തില്ല. ഓക്കെ, സുപ്രീം കോർട്ട് റെഫ്യൂസ് ടു ഇൻ്റർഫിയർ. ഓക്കെ, ഇറ്റ് ഡിഡ് നോട്ട് ചേഞ്ച് ദി ഹൈക്കോർട്ട്സ് ഡിസിഷൻ. ഓൾസോ ദേ റിഫ്യൂസ്ഡ് ഹിസ് റിക്വസ്റ്റ് ടു സ്റ്റേ ഇൻ ഇന്ത്യ പെർമനൻ്റ്ലി. ഓക്കെ, ഇന്ത്യയിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കാനുള്ള പുള്ളിയുടെ ആ ഒരു റിക്വസ്റ്റിനെ സുപ്രീം കോർട്ട് റിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ഒരു ജഡ്ജ് പറഞ്ഞത് ഇന്ത്യ ഒരു ധർമ്മശാല അല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇന്ത്യ കാൺ ബി എ ഫ്രീ ഷെൽട്ടർ, ഇന്ത്യ കാൺ ഗീവ് എ ഫ്രീ ഷെൽട്ടർ ഫോർ എവ്രി വൺ എന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പുള്ളി പറഞ്ഞു. ഇന്ത്യ ഈസ് നോട്ട് എ ധർമ്മശാല എന്നാണ് പറഞ്ഞത്. സോ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇത് കാണിക്കുന്നത് എന്താണ്, അതായത് ദി ഇന്ത്യൻ കോർട്സ് ആർ ബിക്കമിങ് മോർ സ്ട്രിക്റ്റർ വിത്ത് ലോങ് ടൈം റെഫ്യൂജീസ്. സോ ഇത് ദി കമൻറ്റ്, ഈ ഒരു സുപ്രീം കോർട്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു കമന്റ്, ദിസ് ഹേർട്ട് റിഫ്യൂജി കമ്മ്യൂണിറ്റീസ് അല്ലേ, ഹു ഏർലിയർ സോ കോർട്ട് ആസ് ബീയിങ് സപ്പോർട്ടീവ് ആൻഡ് കൈൻഡ് ടു ദിയർ സിറ്റുവേഷൻ. സോ സുപ്രീം കോർട്ട് റിഫ്യൂസ് ചെയ്തു ആ ഒരു ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജി ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളിക്ക് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാൻ പുള്ളി അനുവാദം ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഈ ഒരു ഡിസിഷൻ, എസ്പെഷ്യലി ആ ഒരു കമന്റ്, ദിസ് ഹാസ് റേസ്ഡ് കൺസേൺസ് അബൌട്ട് ഹൗ ഇന്ത്യൻ ലോസ് ട്രീറ്റ് റെഫ്യൂജീസ്. സോ ഇതാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇതാണ്. ഇനി നമ്മൾ ശ്രീലങ്കയിൽ എന്ത് നടന്നു എന്ന് നോക്കുമ്പോൾ, വാട്ട് ഹാപ്പൻഡ് ഇൻ ശ്രീലങ്ക. അതായത് 70 വയസ്സിന് മേലെയുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരാൾ, ഓക്കെ, പുള്ളി ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ശ്രീലങ്കയിലോട്ട് പോയി. ഓക്കെ, ചില UN റെഫ്യൂജി ഏജൻസിയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് പുള്ളി ശ്രീലങ്കയിലോട്ട് തിരിച്ചു പോയത്. ഓക്കെ, പുള്ളി ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ കുറേ കാലം നിന്നിട്ട് പിന്നെ അങ്ങോട്ട് ശ്രീലങ്കയിലേക്ക് പോയതാണ്. പുള്ളിനെ ശ്രീലങ്കയിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ശ്രീലങ്കൻ ഗവൺമെൻറ് പറഞ്ഞത് പുള്ളിയുടെ കയ്യിൽ വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല, ആ ഒരു റീസണിൻ്റെ പേരിലാണ് പുള്ളിനെ അറസ്റ്റ് ചെയ്തത്. ആൻഡ് പിന്നീട് ആളെ റിലീസ് ചെയ്തു കേട്ടോ. ആഫ്റ്റർ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ വന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ആയപ്പോൾ പുള്ളിനെ റിലീസ് ചെയ്തു. സോ ഇതെന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു റെഫ്യൂജീസ് ഇവർ വളരെ ഒരു ടഫ് സിറ്റുവേഷനിലാണ് അല്ലേ. ദേ ആർ സ്റ്റക്ക് ഇൻ ടഫ് സിറ്റുവേഷൻ. ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ശ്രീലങ്കയും കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇന്ത്യയുടെ കോടതികളൊക്കെ ഈയിടെയായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് പോളിസീസാണ് റെഫ്യൂജീസിന് മേലെ വെച്ചിരിക്കുന്നത്. പിന്നെ ശ്രീലങ്കൻ ഗവൺമെൻറ് അവർ കംപ്ലീറ്റ് റെഡി അല്ല ടു വെൽക്കം ദോസ് റിട്ടേണീസ് പ്രോപ്പർലി. ആൻഡ് സോ ഇവിടെ വേണ്ടത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഫെയർ റെഫ്യൂജി പോളിസിയാണ് അല്ലേ. ഇന്ത്യയിൽ വേണ്ടത് ക്ലിയർ ആയിട്ടുള്ള ഫെയർ റെഫ്യൂജി പോളിസിയാണ്. ഇൻ ഇന്ത്യ ഈസ് സ്ട്രോങ്ങർ ദാൻ എവർ. സോ ദ നീഡ് ഫോർ എ ക്ലിയർ ഫെയർ റെഫ്യൂജി പോളിസി ഇൻ ഇന്ത്യ ഈസ് സ്ട്രോങ്ങർ ദാൻ എവർ. ഓക്കെ, സോ ഈ ഒരു നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഈ ഒരു റെഫ്യൂജീസ് ദേ ആർ ഫേസിങ് ലീഗൽ ആൻഡ് ഇമോഷണൽ അൺസർട്ടിനിറ്റി. ഇരു രാജ്യങ്ങളിലും, അത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ശ്രീലങ്കയിലാണെന്നുണ്ടെങ്കിലും ഇവർ ഫേസ് ചെയ്യുന്നത്, ദേ ആർ ഫേസിങ് ലീഗൽ ആൻഡ് ഇമോഷണൽ അൺസർട്ടിനിറ്റി. ആൻഡ് ഈ രണ്ട് ഇവൻസും, ദീസ് റീസെൻറ്റ് കേസസ് ഹാവ് വെറീഡ് അബൌട്ട് വെറീഡ് മെനി അബൌട്ട് ദെയർ ഫ്യൂച്ചർ ആൻഡ് സേഫ്റ്റി. സോ ഇനി നമ്മൾ ടോട്ടൽ റെഫ്യൂജീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ, നമ്മളെല്ലാ റെഫ്യൂജീസിൻ്റെ കാര്യം എടുക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ശ്രീലങ്കയും പിന്നെ കുറച്ച് ടിബറ്റൻ റെഫ്യൂജീസിൻ്റെ കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ, തമിഴ്നാട്ടിൽ ഏകദേശം ഒരു 90,000 അടുത്ത് ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ടിബറ്റൻ എന്നുള്ള റെഫ്യൂജീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 63,000, ഓക്കെ, നിയർലി 63,000 അടുത്ത് ടിബറ്റൻ റെഫ്യൂജീസ് ഉണ്ട്. ഇവർ ഇന്ത്യയുടെ പല സ്റ്റേറ്റ്സിലായിട്ട് ജീവിക്കുന്നുണ്ട്. സോ ഈ ഒരു ശ്രീലങ്കൻ റെഫ്യൂജീസും ടിബറ്റൻ റെഫ്യൂജീസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കുന്ന ടൈമിൽ, ഇന്ത്യയുടെ പോളിസി ഈ ഒരു ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസിനെ തിരിച്ച് ശ്രീലങ്കയിലോട്ട് അയക്കുക എന്നുള്ളതാണ്. സെൻഡ് ദം ബാക്ക് ടു ശ്രീലങ്ക, റിപ്പാട്രിയേറ്റ് ചെയ്യുക അവരെ. ആൻഡ് ദേ ആർ നോട്ട് ഫോർമലി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ഇന്ത്യൻ സൊസൈറ്റി. ഇവർ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ കൂടി ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ജോബ്സ് ഒന്നും കിട്ടുന്നില്ല. ദേ ഓഫൺ കാൺ ഗെറ്റ് പ്രോപ്പർ ജോബ്സ്. അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഈ ഹൗസിങ്ങിലും ജോബിനും റൈറ്റ്സിലും ഒക്കെ വേണ്ടിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ടൊന്നും ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്നില്ല ഈ ഒരു ശ്രീലങ്കൻ റെഫ്യൂജീസിന്. പക്ഷേ ടിബറ്റൻ റെഫ്യൂജീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതങ്ങനെയല്ല. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടിബറ്റിൽ നിന്നുള്ള റെഫ്യൂജീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ പോളിസി ഉണ്ട്. സോ അതിൻ്റെ പേരാണ് TRP, അതായത് ടിബറ്റൻ റീഹാബിലിറ്റേഷൻ പോളിസി. 2014 സോ ഈ ഒരു പോളിസി അനുസരിച്ചിട്ട് ഈ ഒരു ടിബറ്റൻ റെഫ്യൂജീസിന് ദേ ഗീവ് ദം വെൽഫെയർ ബെനിഫിറ്റ്സ്, അതേപോലെ അവർക്ക് ജോലിയും പിന്നെ എഡ്യൂക്കേഷനും കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെ
റെഗുലർ സിറ്റിസൺസിനെ പോലെ അവരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ദോ അവർ ഫുള്ളി ഇന്ത്യൻ സിറ്റിസൺസ് അല്ലെങ്കിൽ കൂടി റെഗുലർ സിറ്റിസൺസിന് കിട്ടാവുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെയുള്ള ഇഷ്യൂ നമുക്ക് മനസ്സിലായല്ലോ. ഒരു അൺഈക്വൽ റെഫ്യൂജി പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടിബറ്റിൽ നിന്നുള്ള റെഫ്യൂജീസിന് അവർക്ക് സപ്പോർട്ടും ഡിഗ്നിറ്റിയും ഒക്കെ കൊടുക്കുന്നുണ്ട് ത്രൂ എ ക്ലിയർ പ്ലാൻ. ശ്രീലങ്കൻ തമിഴ് ഈ ഒരു ശ്രീലങ്കൻ തമിഴ്സ് ഇവർ ഇന്ത്യയിൽ 30 വർഷത്തിന് മേലെയായിട്ട് ഇവർ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവരെ ബട്ട് സ്റ്റിൽ ദേ ഫീൽ ലൈക്ക് ടെമ്പററി ഗസ്റ്റ്. സോ ടിബറ്റിലുള്ള ആ ഒരു റെഫ്യൂജി പോളിസി ദേ ആർ വെരി സപ്പോർട്ടഡ് ആൻഡ് സെറ്റിൽഡ്. ഓക്കെ, ശ്രീലങ്കൻ റെഫ്യൂജീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ദേ ആർ സ്ട്രക്ക് ഇൻ അൺസർട്ടനിറ്റി അല്ലേ, വിതൗട്ട് ജോബ് ഓർ റൈറ്റ്സ് ആൻഡ് ഡിസ്പൈറ്റ് ലീവിങ് ഹിയർ ഫോർ ഡെക്കേഡ്സ്. വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നു എങ്കിൽ കൂടി അവർക്ക് അവരുടെ റൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരുപാട് ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ് ഉണ്ട്, നമ്മൾ പറഞ്ഞില്ലേ. അതായത് 90,000-ൻ്റെ അടുത്ത് ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ് ഉണ്ട്. ഇതിൽ ഒരുപാട് ഈ ചെറിയ പ്രായമുള്ള യങ്സ്റ്റേഴ്സ്, ഇവരുടെ കയ്യിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും പ്രൊഫഷണൽ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൽ ലെസ് ദാൻ 5% ആൾക്കാർക്ക് മാത്രമേ അവർ പഠിച്ച പണിയിൽ ജോലി കിട്ടുന്നുള്ളൂ. ഓക്കെ, പഠിച്ചിട്ടുള്ള ആ ഒരു ഫീൽഡിൽ ജോലി കിട്ടുന്നുള്ളൂ. ലെസ് ദാൻ 5% ഗെറ്റ് ജോബ്സ് ഇൻ ദെയർ ഓൺ ഫീൽഡ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു ക്ലിയർ പോളിസി ഒന്നും ഇല്ല ഇന്ത്യയുടെ കയ്യിൽ. ഓക്കെ, അതേപോലെ തന്നെ ഇവർക്ക് ആരെങ്കിലും ജോലി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ദേ ആർ അൺഷുവർ, എംപ്ലോയീസ് ആർ അൺഷുവർ. അതായത് ലീഗലി നമുക്ക് ഇവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇഫ് ദേ ക്യാൻ ലീഗലി ഹയർ റെഫ്യൂജീസ് എന്നുള്ളൊരു ചോദ്യം ഈ ഒരു എംപ്ലോയീസിന് മുന്നിലുണ്ട്. സോ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ പോളിസി, ഈ ഒരു ടിബറ്റൻ റീഹാബിലിറ്റേഷൻ പോളിസി നമ്മൾ പറഞ്ഞല്ലോ. സോ അതേപോലത്തെ ഒരു പോളിസി ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. ഓക്കെ, സോ അത് ആ ഒരു റെഫ്യൂജീസിന് തൊഴിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ ഇറ്റ് വിൽ ലെറ്റ് ദം ലീവ് വിത്ത് ഡിഗ്നിറ്റി. അവർക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, പിന്നെ ബാക്കി വെൽഫെയറും അതിലോട്ടുള്ള ആക്സസ് കൊടുക്കുക, അതിനൊക്കെ നമുക്ക് സാധിക്കും. സോ ഇപ്പോൾ റിപ്പാട്രിയേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവരെ സേഫായിട്ട് അവരുടെ നാട്ടിലോട്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് അവരെ അയക്കാൻ പറ്റും. ഇപ്പോൾ അവർക്ക് അങ്ങനെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാനാണ് അവർ താല്പര്യപ്പെടുന്നെങ്കിൽ നമുക്ക് അവരെ തിരിച്ച് അയക്കാൻ പറ്റും. ഇന്ത്യ ക്യാൻ സ്റ്റിൽ എയിം ടു സെൻഡ് റെഫ്യൂജീസ് ബാക്ക് ടു ശ്രീലങ്ക പീസ്ഫുള്ളി ഇഫ് ദേ വിഷ്. ഓക്കെ, പക്ഷേ അൺടിൽ ദെൻ ഈ ഒരു നമ്മൾ ടിബറ്റൻ റീഹാബിലിറ്റേഷൻ പോളിസി പോലത്തുള്ള പോളിസീസ് ഇവർക്കും കൂടി നമ്മൾ അങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതം കുറച്ചും കൂടി റെസ്പെക്ട്ഫുൾ ആക്കും അല്ലേ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആക്കും ഇന്ത്യയിൽ. സോ ഇവിടെ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഈവൺ ഇഫ് ഇന്ത്യ വാണ്ട്സ് ടു സെൻഡ് ദം ബാക്ക് സം ഡേ, ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളവിടെ തിരിച്ചയക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇറ്റ് ഷുഡ് അവരിവിടെ എത്ര കാലം അവരിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത്രയും കാലം നമ്മൾ അവരെ നന്നായിട്ട് നോക്കണം അല്ലേ. വി ഷുഡ് ട്രീറ്റ് ദം വെൽ വൈൽ ദേ ആർ ഹിയർ. നമ്മളവർക്ക് ജോലി കൊടുക്കണം, അവരുടെ റൈറ്റ്സ് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെ ഡിഗ്നിറ്റി, അവരുടെ പ്രോപ്പർ ഡിഗ്നിറ്റിയോടുകൂടി നമ്മൾ ട്രീറ്റ് ചെയ്യണം, ജസ്റ്റ് ലൈക്ക് ഇറ്റ് ഡസ് ഫോർ ദ ടിബറ്റൻ റെഫ്യൂജീസ്. നമ്മൾ അത്ര മാത്രമേ പറയുന്നുള്ളൂ. സോ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ് ഇവർ ഇന്ത്യയിൽ വന്നത് ഏകദേശം ഒരു 40 വർഷമൊക്കെ കഴിഞ്ഞു. ഓക്കെ, ദീസ് റെഫ്യൂജീസ് സ്റ്റാർട്ടഡ് കമ്മിങ് ടു ഇന്ത്യ ഓവർ 40 years എഗോ. ഇപ്പോൾ എന്നാൽ കൂടി ഈവൺ നൗ അതിൽ തന്നെ 2/3 ഓഫ് ദം അവർ ജീവിക്കുന്നത് റീഹാബിലിറ്റേഷൻ ക്യാമ്പ്സിലാണ് തമിഴ്നാട്ടിൽ. ഓക്കെ, 40 വർഷമായി അവരുടെ എത്തിയിട്ട്, എന്നിട്ട് കൂടി അവർ ജീവിക്കുന്നത് അതിൽ 90,000-ൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞല്ലോ, അതാണ് കണക്ക്. ആൻഡ് അതിൽ 2/3 ഓഫ് ദം ലീവ് ഇൻ റീഹാബിലിറ്റേഷൻ ക്യാമ്പിലാണ് അവർ ജീവിക്കുന്നത്. സോ ഈ ഒരു റീഹാബിലിറ്റേഷൻ ക്യാമ്പ്സിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, അവിടെ വളരെ പുവർ ലിവിങ് കണ്ടീഷനാണ് ആൻഡ് അവർക്ക് വളരെ ലിമിറ്റഡ് ഫ്രീഡം ഒക്കെ അവിടെ കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടുത്തെ ഡീപ്പായിട്ടുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം അതാണ്. അതായത് ഒരു റെഫ്യൂജി, ഒരു അഭയാർത്ഥി എന്നുള്ളതല്ല റെഫ്യൂജിയുടെ അർത്ഥം എന്ന് തോന്നുന്നു മലയാളത്തിൽ. ആൻഡ് അങ്ങനെ ഈ ഒരു റെഫ്യൂജീസ് ആയിട്ട് തന്നെ ഒരാളെ എങ്ങനെയും അയാളെ റെഫ്യൂജി എന്ന് വിളിക്കുമ്പോൾ അത് ആ പുള്ളിയുടെ ആ ഒരു ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്റ്റിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ, മെനി ഹാവ് ലീവ്ഡ് ഹിയർ ഫോർ ഡെക്കേഡ്സ്. ഓക്കെ, ഒരുപാട് കാലങ്ങളായിട്ട് അവരോട് ജീവിക്കുന്നതാണ്, അവരവരുടെ മക്കളെ വളർത്തിയത് ഇവിടെയാണ്, അവർ പഠിച്ചത് ഇവിടെയാണ്. പക്ഷേ സ്റ്റിൽ ദേ ആർ ട്രീറ്റഡ് ആസ് ടെമ്പററി ഔട്ട്സൈഡേഴ്സ്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ആ ഒരു വിൽ ലുക്ക് ഓൺ ടു ദ വേ ഫോർവേഡ്, വാട്ട് ഇന്ത്യ നീഡ്സ് ടു ഡു. ഇന്ത്യക്ക് വേണ്ടത് ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ്. ഇപ്പോൾ റിപ്പാട്രിയേഷൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീലങ്കയിലോട്ട് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അവർക്ക് വി ഷുഡ് ഹെൽപ്പ് ദോസ് ഹു വാണ്ട്സ് ടു റിട്ടേൺ ടു ശ്രീലങ്ക സേഫ്ലി ആൻഡ് വിത്ത് സപ്പോർട്ട്.
ഇനിയിപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവരെ നിർത്തുക, ഇന്ത്യയിൽ നിർത്തുക. അലോ ദോസ് ഹു വാണ്ട്സ് ടു സ്റ്റേ ഇൻ ഇന്ത്യ ടു ലീവ് വിത്ത് റൈറ്റ്സ്, ജോബ് ആൻഡ് ഡിഗ്നിറ്റി. സോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദി ഷുഡ് ബി ഡൺ വിത്ത് ടോക്സ് വിത്ത് ശ്രീലങ്ക, അല്ലേ? നമ്മൾ ശ്രീലങ്കയായിട്ട് ആദ്യം ഒരു ധാരണയിലെത്തണം. ഓക്കെ, അതേപോലെ തന്നെ റെഫ്യൂജീസിൻ്റെ അടുത്ത് ചോദിക്കണം നമ്മൾ. വി ഷുഡ് ഗെറ്റ് ഇൻപുട്ട് ഫ്രം റെഫ്യൂജീസ് ദംസെൽഫ്. അതേപോലെ തന്നെ UN നിന്നും അതേപോലെ ബാക്കിയുള്ള സിവിൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഹെൽപ്പ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിതൊക്കെ സാധിക്കുള്ളൂ. 2025 വേൾഡ് റെഫ്യൂജി ഡേൻ്റെ തീം തന്നെ സോളിഡാരിറ്റി വിത്ത് റെഫ്യൂജീസ് എന്നാണ്. ഓക്കെ, ഇത് വാക്കുകളിൽ മാത്രം പറഞ്ഞാൽ പോരാലോ, നോട്ട് ജസ്റ്റ് വേർഡ്സ്. റിയൽ സപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം. പെർമനൻറ്റ് സൊല്യൂഷൻ, ഹോണറബിൾ ആയിട്ടുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ അവർക്ക് ഉറപ്പുവരുത്തണം ഫോർ ലോങ് ടൈം റെഫ്യൂജി കമ്മ്യൂണിറ്റീസ്. സോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് 40 വർഷം ഇപ്പുറത്ത്, അതായത് 40 വർഷം കഴിഞ്ഞിട്ട് കൂടി ഇറ്റ്സ് ടൈം ടു മൂവ് ബിയോണ്ട് ക്യാമ്പ്സ്, അല്ലേ? അതേപോലെ റെഫ്യൂജി എന്നുള്ള ലേബലൊക്കെ മാറേണ്ട സമയമായി. ആൻഡ് വി ഷുഡ് ഗീവ് ദി ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജീസ് എ റിയൽ ചാൻസ് അറ്റ് ലൈഫ് വിത്ത് ഡിഗ്നിറ്റി, റൈറ്റ്സ് ആൻഡ് ചോയ്സസ്. Okay, so we'll move on to our next news. Yeah, blame not the messenger in India's diplomacy. So ഇത് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്, പക്ഷേ ഇതിൽ വേറെ കുറച്ച് സീനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ പ്രിലിംസ് റിലവൻസ് നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ്, കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. മെയിൻസിനാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 2 വരുന്നതാണ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലെയിം നോട്ട് ദി മെസ്സഞ്ചർ ഇൻ ഇന്ത്യാസ് ഡിപ്ലോമസി. സോ ഇവിടെ ഒരു ഫ്രേസ് വരുന്നുണ്ട്, ഡോണ്ട് ഷൂട്ട് ദി മെസ്സഞ്ചർ. ഓക്കെ, ഷേക്സ്പിയറിൻ്റെ ഒരു വാക്കാണ് ഡോണ്ട് ഷൂട്ട് ദി മെസ്സഞ്ചർ. സോ ഇത് മീൻ ചെയ്യുന്നത്, അതായത് ഡോണ്ട് ബ്ലെയിം ദ പേഴ്സൺ ഹൂ ഡെലിവേഴ്സ് ബാഡ് ന്യൂസ്. ഓക്കെ, അവരല്ല ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയത്. ഓക്കെ, അവരല്ല ഒരു ഏതെങ്കിലും ദേ ഡിഡ്ന്റ് കോസ് ദ പ്രോബ്ലം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡോണ്ട് ഷൂട്ട് ദി മെസ്സഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോണ്ട് ബ്ലെയിം ദ പേഴ്സൺ ഹൂ ഡെലിവേഴ്സ് ബാഡ് ന്യൂസ്. ഓക്കെ, ഒരു ഏതെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു ന്യൂസ് പറഞ്ഞ് ഡെലിവർ ചെയ്യുന്ന ഒരാളെ നമ്മൾ അയാളെ ബ്ലെയിം ചെയ്യരുത്, ബിക്കോസ് അയാളല്ല ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിനുള്ള കാരണം. സോ ഇൻ ദിസ് കേസ് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെയാണ്. ഓക്കെ, ദിസ് ഫ്രേസ് ഈസ് യൂസ്ഡ് ഫോർ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഡ്യൂറിങ് ഓപ്പറേഷൻ സിന്ദൂർ. സോ ഇവര് ദേ വർ നോട്ട് ബ്ലെയിംഡ് ഫോർ ദ മെസ്സേജ്, അവരെടുത്ത ഡിസിഷനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈ ആക്ഷൻ ടേക്കൺ, സോ അതിനെ അല്ല, ദേ വർ നോട്ട് ബ്ലെയിംഡ് ഫോർ ദ മെസ്സേജ് ബട്ട് ഫോർ നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ് ക്ലിയർലി. ഓക്കെ, അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് അത് പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്ന ഒരു ഫെയിലിയർ. ഓക്കെ, അതാണ് ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. സോ പീപ്പിൾ വർ അപ്സെറ്റ് നോട്ട് അബൌട്ട് വാട്ട് ഇന്ത്യ ഡിഡ് ബട്ട് ഹൗ ഇറ്റ് വാസ് എക്സ്പ്ലെയിൻഡ്. ഇപ്പോൾ നമ്മൾ 2016 നമ്മൾ ആ ഒരു ഉറി അറ്റാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും 2019 പുൽവാമ അറ്റാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ നടന്ന അറ്റാക്സിലൊക്കെ ഇന്ത്യക്ക് വളരെ സ്ട്രോങ് സപ്പോർട്ട് കിട്ടിയിരുന്നു. നമ്മുടെ അയൽ രാജ്യങ്ങളുടെ അടുത്ത് നിന്ന് വളരെ സ്ട്രോങ് സപ്പോർട്ട് കിട്ടിയിരുന്നു. ഓക്കെ, ഇന്ത്യ ഗോട്ട് സ്ട്രോങ് സപ്പോർട്ട് ഫ്രം നിയർ ബൈ കൺട്രീസ്. പക്ഷേ ഈ സമയത്ത്, ബട്ട് ദിസ് ടൈം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബംഗ്ലാദേശ് ആണെങ്കിലും ഭൂട്ടാൻ ആണെന്നുണ്ടെങ്കിലും ശ്രീലങ്ക ആണെന്നുണ്ടെങ്കിലും ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. ഓക്കെ, ദേ ആർ നോട്ട് ഓപ്പൺലി സപ്പോർട്ടിങ് ഇന്ത്യ. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം, അതവിടെ നിൽക്കട്ടെ. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം നൈബേഴ്സ്, അതാണ് കേട്ടോ. രണ്ടാമത്തത് പാകിസ്ഥാൻ്റെ ഡിപ്ലോമാറ്റിക് സക്സസ് ആണ്. ഓക്കെ, ഇതൊരു കോമഡിയാണ്, നിങ്ങളിത് കേൾക്കണം. അതായത് UN പാകിസ്ഥാൻ ഈ ഒരു ദി റെസിസ്റ്റന്റ് ഫ്രോണ്ട് ഉണ്ടായിരുന്നല്ലോ, TRF. സോ അവരായിരുന്നല്ലോ ഇത് ക്ലെയിം ചെയ്തത്. നമ്മുടെ പെഹൽഗാം അറ്റാക്ക് അവർ ക്ലെയിം ചെയ്തിട്ട് കൂടി പാകിസ്ഥാൻ ഇവരുടെ പേര് ആ ഒരു റെസൊല്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, പാകിസ്ഥാൻ ഗോട്ട് ദ UN പാകിസ്ഥാൻ ഗോട്ട് ദ നെയിം ദി TRF റിമൂവ്ഡ് ഫ്രം എ റെസൊല്യൂഷൻ about the Pahalgam attack, even though TRF claimed it. പിന്നെ ഇതാണ് സീൻ കേട്ടോ, ഇത് കേൾക്കണം നിങ്ങൾ. അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ ഇമ്പോർട്ടൻ്റ് റോള് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് താലിബാൻ സാങ്ഷൻസ് കമ്മിറ്റി അതിൽ ചെയർ ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താലിബാൻ സാങ്ഷൻസ് കമ്മിറ്റിയിൽ ചെയർ ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെ, ശരി, അത് വിടാം, അത് എന്തോ ആയിക്കോട്ടെ. രണ്ടാമത്തത് കേൾക്കണം, കൗണ്ടർ ടെററിസം കമ്മിറ്റിയിൽ വൈസ് ചെയർ ചെയ്യാനുള്ള റോള് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനിൻ്റെ അടുത്താണ്. ഓക്കെ, ഇതാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് റോൾസാണ് UN സെക്യൂരിറ്റി കൗൺസിലിലെ. കൗണ്ടർ ടെററിസം കമ്മിറ്റി വൈസ് ചെയർ ചെയ്യാനുള്ള അധികാരം കൊടുത്തു, അതേപോലെ തന്നെ താലിബാൻ സാങ്ഷൻസ് കമ്മിറ്റിയിൽ ചെയർ ചെയ്യാനുള്ള അവകാശം കൊടുത്തു. അതേപോലെ തന്നെ ഇവർക്ക് ഈ IMF എന്നും പിന്നെ മറ്റേ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നൊക്കെ ഇവർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ശരി, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കാം.
ഈ മറ്റേ പാകിസ്ഥാന്റെ ആർമി ചീഫ് ഉണ്ടല്ലോ, ആ ജനറൽ മുനീർ, ഇയാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ഹൗസിലേക്ക്. ഓക്കെ, വിച്ച് വെറീസ് ഇന്ത്യ. ഇന്ത്യന് മാത്രമല്ല, ഇവർക്ക് ഇതിനെ നമ്മൾ എന്താ പറയണ്ടതെന്ന് നമുക്കറിയില്ല അല്ലേ. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യം ആ, ഇതിലും കോമഡിയാണ്. ഓക്കെ, യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ പ്രസിഡന്റ് എന്നുള്ളൊരു സ്ഥാനം ഉണ്ടല്ലോ. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ദി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ. ഈ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പൊസിഷൻ ഇറ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് പൊസിഷൻ. ഓക്കെ, ജൂലൈയിൽ പാകിസ്ഥാൻ ആയിരിക്കും ഈ യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റ്. പാകിസ്ഥാൻ വിൽ ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ദി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, സോ ഇത് സി ഇങ്ങനെ പാകിസ്ഥാൻ ആ ഒരു യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നാൽ ഉറപ്പായിട്ടും അവർ ആ കശ്മീർ ഇഷ്യൂ ആയിരിക്കും ആദ്യം റൈസ് ചെയ്യാൻ പോകുന്നത്. അവർ ഈ പവർ യൂസ് ചെയ്യുക ആദ്യം കശ്മീർ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് നമുക്കുള്ള പണിയാണ്. ഇത് ഏറ്റവും ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവും അറിയില്ല, പക്ഷെ എന്നിരുന്നാൽ കൂടി ഇന്ത്യനെ ക്രിട്ടിസൈസ് ചെയ്യാനും കശ്മീർ ഇഷ്യൂ റേസ് ചെയ്യാനും ആയിരിക്കും പാകിസ്ഥാൻ്റെ ഈ ഒരു യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്നുള്ള റോൾ ഉപയോഗിക്കുക. സോ ഇന്ത്യ ഇവിടെ ട്രൈ ചെയ്യുന്നത് പാകിസ്ഥാനെ ആ ഒരു ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ ടോട്ടൽ റെസിസ്റ്റൻറ്റ് ഫ്രോണ്ട്, സോ അവരെ തിരിച്ചൊരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആ ഒരു ഇതിൽ ലിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു എനിൽ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു FATF നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. സോ ഇതൊരു ഗ്ലോബൽ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫൈനാൻസിങ് വാച്ച് ഡോഗ് ആണ്. സോ ഇതാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്, ദാറ്റ് എയിംസ് ടു പ്രിവെന്റ് ദീസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആൻഡ് ദി ഹാം ദി കോസ്റ്റ് ടു സൊസൈറ്റി. ഓക്കെ, സോ പാകിസ്ഥാനെ ഈ ഒരു FATFന്റെ ഗ്രേ ലിസ്റ്റിൽ പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഫോർ സപ്പോർട്ടിങ് ടെറർ ഫൈനാൻസിങ്. ഇനിയിപ്പോൾ ട്രംപിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രംപിൻ്റെ US ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ട്രംപിനെ പറ്റിയിട്ട് വേറെ കുറച്ച് വാക്കുകൾ പറയണമെന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര ഒഫെൻസീവ് ആവും, അതിങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പുള്ളി ഹി ഹാസ് കൺഫ്യൂസ്ഡ് ദി സിറ്റുവേഷൻ. ഓക്കെ, നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ഹി ഈസ് ലൈക്ലി എ മേജർ US വോയിസ് അഗെയിൻ ആൻഡ് ഹി ഹാസ് കൺഫ്യൂസ്ഡ് ദി സിറ്റുവേഷൻ. പുള്ളി ഇന്ത്യനെയും പാകിസ്ഥാനെയും ഈക്വൽ ആയിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദി സീസ് ഫയർ, മെയ് 10 ഉണ്ടായ സീസ് ഫയറിൽ ഇന്ത്യനെയും പാകിസ്ഥാനെയും സെയിം ആയിട്ടാണ് പുള്ളി കമ്പയർ ചെയ്യുന്നത്, ട്രീറ്റിംഗ് ബോത്ത് സൈഡ്സ് ദ സെയിം. പിന്നെ പുള്ളി പറഞ്ഞു കാശ്മീരിൽ ഞാൻ മീഡിയേറ്റ് ചെയ്യാം, ഞാൻ സംസാരിച്ച് സോൾവ് ആക്കി തരാമെന്ന് പറഞ്ഞു. നമ്മൾ നേരെ പറഞ്ഞു അങ്ങനെ വേണ്ട, അങ്ങനെ ഇപ്പോൾ നമ്മുടെ CID മൂസയിലൊക്കെ പറയുന്നത് പോലെ എൻ്റെ വണ്ടി തള്ളാൻ എനിക്കറിയാം, പുറത്തുനിന്നുള്ളൊരു തെണ്ടിയുടെയും സഹായം എനിക്ക് വേണ്ട എന്ന് പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു, നമ്മൾ ക്ലിയർ ആയിട്ട് ഇതിനെ റിജക്റ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ മോദിനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ എ കോൾ വിത്ത് PM മോദിയെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷവും, അതേപോലെ ഈ ഒരു ജനറൽ മുനീർ ഉണ്ടല്ലോ, പുള്ളിയെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ട്രംപ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. ഓക്കെ, അതിൽ ഒരു സ്ഥലത്ത് പോലും പുള്ളി ടെററിസം എന്നുള്ള സാധനം മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, പാകിസ്ഥാൻ്റെ ഈ ഒരു എന്താ പറയുക ക്രോസ് ബോർഡർ ടെററിസത്തിനെ പറ്റിയിട്ട് പുള്ളി എന്തെങ്കിലും പറയുന്നത് നമ്മൾ വിചാരിച്ചു, പക്ഷെ ഒരു വാക്ക് പുള്ളി ടെററിസത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. സോ ആൻഡ് ഹി ഷോയിങ് എ ഗ്യാപ്പ് ഇൻ India-US അണ്ടർസ്റ്റാൻഡിങ് ഓൺ ടെററിസം ആൻഡ് ഡിപ്ലോമസി. ഓക്കെ, സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് നമ്മൾ ചുറ്റുനിന്നും നമ്മുടെ അടുത്തുള്ള രാജ്യങ്ങളൊക്കെ, പിന്നെ നമ്മുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സെറ്റ് ആൾക്കാരായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സോ നമ്മൾ ഫേസ് ചെയ്യുന്നത് വളരെ വലിയ ഡിപ്ലോമാറ്റിക് ചാലഞ്ചസ് ആണ്. നമുക്ക് വളരെ കുറവ് റീജിയണൽ സപ്പോർട്ടേ കിട്ടുന്നുള്ളൂ. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഈസ് ഗെയിനിങ് ഗ്രൗണ്ട് ഗ്ലോബലി ആൻഡ് ദ US നോട്ട് ഫുള്ളി ബാക്കിംഗ് ഇന്ത്യ സ്റ്റാൻഡ്സ്. സോ ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ഒരു ന്യൂ നോർമൽ ഡോക്ട്രിൻ. അത് നമ്മൾ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നു അല്ലേ, ഇന്ത്യയുടെ വാട്ട് ഈസ് ദി ന്യൂ നോർമൽ ഫോർ ഇന്ത്യ എന്നുള്ളതിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. സോ ഇന്ത്യയുടെ ഒരു ന്യൂ നോർമൽ ഡോക്ട്രിൻ ഇറ്റ് ഈസ് വെറിയിങ് ദ വേൾഡ്. സോ റീസെൻ്റ് ആയിട്ടുണ്ടായ ടെറർ അറ്റാക്സിന് ശേഷം നമ്മളൊരു വളരെ ടഫായിട്ടുള്ള പുതിയൊരു പോളിസി നമ്മൾ മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കൺട്രീസ് ദേ ആർ ഫീലിംഗ് അൺഈസി ബിക്കോസ് നമ്മൾ പറഞ്ഞു എനി ആക്ട് ഓഫ് ടെറർ ഈസ് ആൻ ആക്ട് ഓഫ് വാർ. ഓക്കെ, ദി സൗണ്ട്സ് ലൈക്ക് അതായത് ഇന്ത്യ മൈറ്റ് റെസ്പോണ്ട് വിത്ത് മിലിറ്ററി ഫോഴ്സ് ടു എനി ടെററിസ്റ്റ് അറ്റാക്ക്. എന്ത് ടെററിസ്റ്റ് അറ്റാക്ക് ഇനി നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ നടന്നു കഴിഞ്ഞാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് മിലിറ്ററി ഫോഴ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഏത് ടെറർ ആക്റ്റും കാണുന്നത് വാറായിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് വാർ വിച്ച് മേക്സ് പീപ്പിൾ മോർ നെർവസ് അല്ലേ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയർ ത്രെട്ട് ഒന്നും കാട്ടി നമ്മളെ പേടിപ്പിക്കേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോ കോംപ്രമൈസ് ഓൺ ന്യൂക്ലിയർ ത്രെട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഈസ് ടേക്കിംഗ് എ ഹാർഡ് ലൈൻ ഓൺ ന്യൂക്ലിയർ ഇഷ്യൂസ്. സോ ഇത് വേൾഡിൽ ഇറ്റ് ഈസ് എ
which reminds the world of the risk of nuclear war. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും തമ്മിൽ ഇനിയൊരു ഡിഫറൻസ് ഇല്ല. അതായത് ഇന്ത്യ സേസ് ദാറ്റ് നമ്മൾ ടെററിസ്റ്റിനെയും അതേപോലെ തന്നെ ആ ഒരു ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിനെയും ഒരേ കണ്ണിലായിരിക്കും ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, വിൽ ട്രീറ്റ് ദം ദ സെയിം വേ. ഇന്ത്യ സേസ് ഇറ്റ് വിൽ ട്രീറ്റ് ടെററിസ്റ്റ് ആൻഡ് ദി കൺട്രീസ് ദാറ്റ് സപ്പോർട്ട് ദം ഇൻ ദ സെയിം വേ. ഇനി സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടുപേരും ഒന്ന് തന്നെ. സോ ദിസ് കുഡ് ലീഡ് ടു എ ഫുൾ സ്കെയിൽ വാർ അല്ലേ, ഇഫ് ഇറ്റ് ബ്ലെയിംസ് എ കൺട്രി ലൈക്ക് പാകിസ്ഥാൻ ഫോർ എ ടെറർ ആക്ട്. പാകിസ്ഥാനൊക്കെ ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇനി അത് വാറാണ്. ഇനിയിപ്പോൾ ഒന്നും അതിൽ നോക്കാനില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഫുൾ സ്കെയിൽ വാറിലോട്ട് പോകും. പിന്നെ ഈ ഒരു പെഹൽഗാം അറ്റാക്ക് നടന്നതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ, വി ഹാസ് നോട്ട് യെറ്റ് ഫൗണ്ട് ഹു വാസ് ബിഹൈൻഡ് ദി പെഹൽഗാം അറ്റാക്ക്. സോ ഇത് നമ്മളെ ക്രെഡിബിലിറ്റിയെ ഗ്ലോബലി എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലോബൽ ഫറ്റീഗിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ചറപറ വാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ദ വേൾഡ് ഈസ് ഓൾറെഡി ടയേർഡ് ഫ്രം ഡീലിംഗ് വിത്ത് മെനി ഓൺഗോയിങ് കോൺഫ്ലിക്ട്സ്. ഇപ്പോൾ റഷ്യ യുക്രൈൻ വാർ എടുക്കാം, ഇസ്രായേൽ ഗസ കോൺഫ്ലിക്റ്റ് എടുക്കാം, സൗത്ത് ചൈന സീയിലെ ചൈനയുടെ കുറച്ച് കലാപരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്, ടെൻഷൻസ് ഇൻ ദി സൗത്ത് ചൈന സീ. അതേപോലെ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ടൈമിൽ ഇന്ത്യ നമ്മുടെ ഇഫ് വി ടോക്ക് സ്ട്രോങ്ലി അബൌട്ട് ദി POK, നമ്മളിപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്ലോബൽ വെറീസിന് കുറച്ചും കൂടി കൂട്ടുകയുള്ളൂ അല്ലേ. സോ ഇന്ത്യയുടെ ഇങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള പോളിസീസ്, ഇത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ടെററിസത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ടൈമിങ് അത്ര ശരിയായില്ല. ഓക്കെ, നമ്മുടെ ആ ഒരു ടോണും ടൈമിങ്ങും ഇറ്റ് ഈസ് മേക്കിംഗ് ദ വേൾഡ് വെറീഡ് അബൌട്ട് മോർ കോൺഫ്ലിക്റ്റ് അല്ലേ, എസ്പെഷ്യലി വെൻ ടെൻഷൻസ് ആർ ഓൾറെഡി ഹൈ അറൌണ്ട് ദ ഗ്ലോബ്. അതേപോലെ തന്നെ യൂറോപ്പുമായിട്ടുള്ള ഒരു റിലേഷൻ ഇത്തിരി വഷളായെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ദി സ്ട്രെയിൻ റിലേഷൻസ് വിത്ത് ദി യൂറോപ്പ്. റഷ്യ യുക്രൈൻ വാറിന് ശേഷം നമ്മൾ റഷ്യനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, വി ഡിഡ് നോട്ട് ക്രിട്ടിസൈസ് റഷ്യ. ആൻഡ് നമ്മൾ അവരുടെ നിന്ന് പിന്നെയും ചീപ്പായിട്ടുള്ള ഓയിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട്. ഓക്കെ, സോ ഇത് യൂറോപ്യൻ കൺട്രീസിനെ വളരെയധികം അപ്സെറ്റ് ആക്കിയിരിക്കുകയാണ്. സോ അവർ വിചാരിച്ചത് ഇന്ത്യ ഒരു ക്ലിയർ സ്റ്റാൻഡ് എടുക്കും, അവരുടെ പക്ഷത്ത് നിന്ന് നമ്മൾ സംസാരിക്കും എന്നാണ് വിചാരിച്ചത്. ഓക്കെ, പിന്നെ ഡിസപ്പോയിൻമെൻറ്റ് ഇൻ ദി ഗ്ലോബൽ സൗത്ത്. സോ ഇസ്രായേലിൻ്റെ ഗസയിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിൽ, ഇസ്രായേൽ അറ്റാക്ക് ഓൺ ഗസ, അതിൽ നമ്മൾ സൈലൻ്റ് ആയിരുന്നു അല്ലേ. ഒരുപാട് കൺട്രീസ്, ഇപ്പോൾ ഏഷ്യയിലുള്ളതാണെങ്കിലും ആഫ്രിക്ക ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഗ്ലോബൽ സൗത്ത്, അതായത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആണെന്നുണ്ടെങ്കിലും ദേ ഫീൽ ലെറ്റ് ഡൗൺ ബിക്കോസ് അവർ വിചാരിച്ചത് ദേ എക്സ്പെക്റ്റഡ് ഇന്ത്യ ടു സ്പീക്ക് അപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ജസ്റ്റിസ് എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ UN പ്രസിഡന്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വെക്കാം. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊല്ലാം, എന്നിട്ട് നമ്മൾ തിരിച്ചടിച്ച പ്രശ്നം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സും ജസ്റ്റിസും ഒക്കെ ഇവർ പറയണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കും കൂടി ഉറപ്പുവരുത്തണമല്ലോ അല്ലേ. അല്ലാണ്ട് ഇത് തീവ്രവാദം സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുക, അവരെ പ്രസിഡന്റൊക്കെ ആക്കിയിട്ട് വെക്കുക, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം. ഓക്കെ, സോ തിരിച്ചു വരാം. ഇന്ത്യയുടെ ഈ ഒരു സ്റ്റാൻസ്, അതായത് ഇന്ത്യയുടെ സ്റ്റാൻസിനെ കാണുന്നത് ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ്. ഓക്കെ, അതായത് പണ്ടൊക്കെ ഇന്ത്യ ഈസ് ഓഫൺ കോൾഡ് ഫോർ പീസ് ആൻഡ് ഡിപ്ലോമസി. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ആക്ഷൻസും അതേപോലെ ഇന്ത്യയുടെ ആ ഒരു നിശബ്ദതയൊക്കെ ഇൻ സം ഏരിയാസ് ഡോണ്ട് മാച്ച് ദാറ്റ് മെസ്സേജ്. ഇപ്പോൾ ഗ്ലോബലായിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് അതർ കൺട്രീസ് ദേ ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് വാട്ട് ഇന്ത്യ സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, എന്താണ് ഇന്ത്യയുടെ ആ ഒരു ട്രൂ പൊസിഷൻ ഓൺ മേജർ വേൾഡ് ഇഷ്യൂസ്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. സോ ഇന്ത്യയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഫോറിൻ പോളിസീസ്, സോ അതിലുള്ള ആ ചോയ്സസ്, റഷ്യനെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുന്നതിലും, അതേപോലെ സ്റ്റേയിങ് സൈലൻ്റ് ഓൺ ഗസ, അതേപോലെ ഈ ഒരു ഹാർഡായിട്ടുള്ള ഒരു മിലിറ്ററി ലൈൻ ടോക്കൊക്കെ നടത്തുമ്പോൾ ഇറ്റ് ഈസ് മേക്കിംഗ് അവർ ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സ് ഡൗട്ട് അവർ ഏർലിയർ ഇമേജ് ആസ് എ വോയിസ് ഫോർ പീസ് ആൻഡ് ബാലൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഗസ ഇഷ്യൂവിലൊക്കെ സൈലൻ്റ് ആയിട്ട് ഇരുന്നത്, നമ്മൾ പെഹൽഗാം അറ്റാക്ക്, അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ടൈമിൽ ഇസ്രായേലിൽ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിരുന്നു അല്ലേ. പിറ്റേ ദിവസം അടുത്ത 2 ദിവസത്തിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുടെ ഒപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂവിൽ ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇപ്പോൾ എന്ന് വെച്ചിട്ട് ഇസ്രായേലിലെ ഗസയിൽ ചെയ്യുന്നത് കറക്റ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ജിനോസൈഡൊന്നും അനുവദിക്കാൻ പറ്റില്ല, അതൊക്കെ തെമ്മാടിത്തരമാണ്.
പക്ഷേ എന്നാൽ കൂടി അങ്ങനത്തെ കുറച്ച് കൺട്രീസ് സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവരും മനസ്സിലാക്കണം. ഓക്കെ, സോ ദ വേൾഡ് ഈസ് വാച്ചിങ് ഇന്ത്യാസ് ഇന്റേണൽ ഇഷ്യൂസ്. സോ ഇന്ത്യയുടെ ഇന്റേണൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഇന്ത്യയുടെ ആ ഒരു ഡെമോക്രാറ്റിക് ഡിക്ലൈൻ എന്നാണ് അവർ കണക്കാക്കുന്നത്. ഓക്കെ, കൺട്രീസ് ആർ ക്ലോസ്ലി വാച്ചിങ് സൈൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഡിക്ലൈൻ ഇൻ ഇന്ത്യ. സോ നമ്മുടെ ആ ഒരു CAA ഒക്കെ നമുക്ക് വളരെ നെഗറ്റീവായിട്ടാണ് ബാക്ക് ഫയർ ചെയ്തിരിക്കുന്നത്. സിറ്റിസൺ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് CAA, അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ആർട്ടിക്കിൾ 370 നമ്മൾ റിമൂവ് ചെയ്തു. ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണുകൾ വരുന്നുണ്ട്. അതേപോലെ ഈ ആക്ടിവിസ്റ്റും അതേപോലെ ക്രിട്ടിക്സിനും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആർബിട്രറി അറസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്. സോ ഇതൊക്കെ വളരെ സീരിയസ് അക്യൂസേഷൻസ് ആണ് ഇന്ത്യയുടെ മേലുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ചില ആൾക്കാരെ കാനഡയിലും അതേപോലെ US-ലൊക്കെ വെച്ചിട്ട് തട്ടിക്കളയുന്നുണ്ടല്ലോ. വി ആർ ഇൻവോൾവ് ഇൻ കില്ലിങ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ കാനഡ ആൻഡ് US, വിച്ച് ഹാസ് ഓൾറെഡി അലാറംഡ് ദി മെനി നേഷൻസ്. ആൻഡ് ഈ ഒരു ദി വെറീസ് അബൌട്ട് മൈനോറിറ്റി റൈറ്റ്സ് ആൻഡ് ലോ, അതായത് ഒരുപാട് കൺട്രീസ് ദേ ആർ വെരി കൺസേൺഡ് ദാറ്റ് ഈ ഒരു മൈനോറിറ്റി റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നതിനെ പറ്റിയിട്ടുള്ള കൺസേൺസ് ഒക്കെ ഗ്ലോബലി കൺട്രീസ് പറയുന്നുണ്ട്. സോ ഇത് ഇന്ത്യയുടെ ആ ഒരു പൊസിഷൻ വീക്കൻ ചെയ്യും അല്ലേ, വെൻ ഇറ്റ് ടോക്സ് അബൌട്ട് ഫൈറ്റിംഗ് ടെററിസം, ബിക്കോസ് അതേഴ്സ് മേ സീ ഇറ്റ് ആസ് എ ഡബിൾ സ്റ്റാൻഡേർഡ്. പിന്നെ ഇന്ത്യയുടെ ആ ഒരു ഇമേജും പാകിസ്ഥാൻ്റെ ഒരു ഇമേജുമായിട്ട് നമ്മളൊന്ന് വിൽ കമ്പയർ ദി ഇമേജ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതോടുകൂടി നമുക്ക് ഈ ഒരു ന്യൂസ് ഇവിടെ നിർത്താം. സോ ഇന്ത്യയുടെ ആ ഒരു ഗ്ലോബൽ സ്റ്റേജിലുള്ള ആ ഒരു സ്ട്രെങ്ത്, ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇമേജാണ് ആസ് എ ഡെമോക്രാറ്റിക് ഡൈവേഴ്സ് ആൻഡ് ലോ അബൈഡിങ് കൺട്രി. സോ ഇത് നമ്മളെ പാകിസ്ഥാനിൽ നിന്നും വേർതിരിച്ച് നിർത്താൻ സഹായിക്കും അല്ലേ. ദിസ് ഇമേജ് ഹെൽപ്പ് സെറ്റ് ഇറ്റ് അപ്പാർട്ട് ഫ്രം പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഡിക്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അതായത് ഇറ്റ് ബിക്കംസ് ഹാർഡർ ഫോർ ദ വേൾഡ് ടു സപ്പോർട്ട് ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഇൻ ഗ്ലോബൽ ഡിബേറ്റ്സ്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ വളരെ വി ആർ ഫേസിങ് ഗ്ലോബൽ ക്രിറ്റിസിസം ഓവർ ഹാൻഡ്ലിങ് ഡെമോക്രസി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്. ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആ ഒരു ഗ്ലോബൽ റെപ്യൂട്ടേഷനെ തന്നെ ഡാമേജ് ചെയ്യും, നമ്മുടെ ആ ഒരു വോയിസ് വീക്കൻ ചെയ്യും ഇൻ മാറ്റേഴ്സ് ലൈക്ക് ടെററിസം ആൻഡ് ഫോറിൻ പോളിസി. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, സോ നാളെ വേറെ കുറച്ച് ന്യൂസസുമായിട്ട് വരാം. ബൈ, ഹാവ് എ നൈസ് ഡേ.